ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കൂട്ടാൻ വയ്ക്കാൻ ഒരു സാധനവും ഇല്ലാതെ നമ്മളങ്ങനെ വിഷമിച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ സബോള കിടപ്പുണ്ടെങ്കിൽ ഒരു 2-3 സബോള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കൂട്ടാൻ ഉണ്ടാക്കാം. ചാനൽ തുടങ്ങിയ നാള് മുതൽ നമ്മൾ കാണിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ഇത് അല്ലേ. എന്നും നമ്മൾ പറയാറുണ്ട് ഈ സബോള കൊണ്ടുള്ള ഈ ഒരു സംഭവം എടുക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ കാണിക്കാറില്ല അല്ലെ. ഇല്ലാത്തൊരു സാധനം. അപ്പൊ ഈ ഒരു കൂട്ടാനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് നല്ല കൂണിന്റെ രുചിയില് നമ്മുടെ സാധാരണ നാടൻ കൂണില്ല അല്ലെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂടല്ല, നമ്മുടെ നാടൻ കൂണിന്റെ രുചിയാണ് ഈ ഒരു സബോള കൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ പണ്ട് മിക്കവാറും അല്ലെ ഇത് ഉണ്ടാക്കി സബോള കൊണ്ട് ഉണ്ടാക്കും. അതിനൊരു കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പൊ സബോള ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് വേറെ കറികളൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഒരു 5 മിനിറ്റ് മതി അല്ലേ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. വേറൊരു കറിയോ ഒന്നും നമുക്ക് വേണ്ട അല്ലെ. അപ്പൊ ഈ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ ഇന്ന് എടുത്തേക്കുന്നത് ചെറുതായിരുന്നു, ഒരു 4 സബോള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2-3 എണ്ണം മതി. ഇത് ഇച്ചിരി ചെറുതായതുകൊണ്ട് ഞാൻ 4 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഒരൊറ്റ പച്ചമുളക് മതി, ഒരുപാട് പച്ചമുളക് ഒന്നും ഇതിന് വേണ്ട. അപ്പൊ നമ്മൾ ഈ സബോള നന്നായിട്ട് പൊളിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ സബോള കഴുകി പൊളിച്ച് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തെ ഒരു കാര്യമാണ്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ജസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, സബോള പൊളിക്കാം. അപ്പൊ നമ്മുടെ സബോള കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പാത്രത്തിനകത്ത് ഇത് അരിയാൻ പോവാം. ഇത് അരിയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അരിയുമ്പോൾ നമ്മളിത് ഒത്തിരി കട്ടി കൂടുകയും ഒത്തിരി കട്ടി കുറയുകയും ചെയ്യുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ അരിയണം. ഈ ഒരു കനത്തിൽ അല്ലെ, ഈ ഒരു കനത്തിൽ വേണം ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം, ഇത് മുഴുവനും നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലെ. അരിഞ്ഞെടുക്കാം. അപ്പൊ അമ്മ സബോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു മുറി തേങ്ങയാണ്, പക്ഷെ ഇതിന്റെ അകത്ത് ഒത്തിരി തേങ്ങ വേണ്ട ഇതിനല്ലേ. ഒരൊറ്റ പിടുത്തം, ഇതുപോലെ ഒരു പിടുത്തം തേങ്ങ മാത്രം മതി. തേങ്ങ കൂടിപ്പോയാലും ഇത് ശരിയാവത്തില്ല അല്ലെ. അപ്പൊ അമ്മ പേടിച്ച് അങ്ങോട്ട് നോക്കണേന്നറിയോ, നമ്മുടെ ഇതിലെ കൂടെ നോക്കി അറിയാം, നല്ലൊരു കാറ്റിങ്ങനെ മഴ പെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ അരിയുവാണ്. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ കറണ്ട് അപ്പം പോകൂലമേ. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തു വന്ന ഈ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ലാണ്ടാവും, ലൈറ്റ് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് അമ്മ പെട്ടെന്ന് അരിയുവാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, സബോള കുറച്ച് അതും ഇങ്ങനെ കുരുകുരോന്ന് അങ്ങ് അരിയണം, ഇങ്ങനെ വട്ടത്തിലല്ലേ, വട്ടത്തിലും അല്ല നീളത്തിലും അല്ലാത്ത രീതിയിൽ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അരിഞ്ഞെടുക്കുക ഇതുപോലെ. പക്ഷെ ഒത്തിരി കനക്കെ അരിയരുത്. പിന്നെ ഈ സബോള നമ്മൾ അരിഞ്ഞു കഴിയുമ്പോഴേ നീളത്തിലൊക്കെ കിടപ്പില്ലേ, അപ്പൊ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഞെരടണം. ഒരുപാട് മുറുക്കി ഞെരടരുത്, കളയരുത്. അപ്പൊ ഇതെല്ലാം കൂടെ ഇതളതളായിട്ട് കിടക്കുന്നൊക്കെ ഒന്ന് അടർന്ന് വീഴും. ഏതള് വേറെ വേറെ ആവണം. പച്ചമുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒക്കെ ആ സബോളയിലേക്ക് മൊത്തത്തിൽ അങ്ങ് ആകും. അങ്ങനെ അമ്മത് സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈസി കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈങ് പാൻ ആണ് അടുപ്പ് വെച്ചിട്ടുള്ളത്. പണ്ടൊക്കെ അമ്മ ഇത് ഫ്രൈങ് പാൻ്റെ അകത്തല്ല, നമ്മുടെ ചീനിച്ചട്ടിക്കകത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ചീനിച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ല, ഫ്രൈങ് പാൻ ആണെങ്കിലും കുഴപ്പമില്ല. വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, 2 വറ്റൽമുളക് ഇടുന്നുണ്ട് അതിന്റെ കൂടെ, നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അവർ 2 കപ്പ് കറിവേപ്പില, 2 മതി, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് വാങ്ങി വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു അല്ലേ? ഗ്യാസ് ഓഫ് ചെയ്തില്ല, സിമ്മിലിട്ടു. നമ്മൾ സാധാ മുളക് പൊടിയാണ് നമ്മൾ ശകലം ചേർക്കുന്നത്. ഇത്രയും മതി. ഇത്രയും മുളക് പൊടി ഇട്ടു, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതൊന്ന് ശകലം മതി. ഒരു കിലോ മഞ്ഞൾപ്പൊടി ഇട്ടു, ഇത്രയും മല്ലിപ്പൊടി, എല്ലാം കുറേശ്ശെ മതി. അപ്പൊ നമുക്കിത് അടുപ്പ് വെച്ചൊന്ന് ചൂടായ നമുക്കിനി അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള അങ്ങോട്ട് ഇടാം. സബോള നേരെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. സബോള അരിഞ്ഞത് മുഴുവൻ വടിച്ച് അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി മിക്സ് ചെയ്തു അല്ലേ. അപ്പൊ ഇതൊരു എളുപ്പത്തിലുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. വേണ്ടപ്പെട്ട സാധനം ചേർക്കാനായിട്ടുണ്ട്. ഇത് ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എനിക്കാണെങ്കിൽ വേറെ കറി ഒന്നും വേണ്ട, എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കുവായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാന്ന് ചോദിച്ചാൽ ഈ സംഭവമായിരുന്നു. ലേശം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ ഉപ്പ്, സബോളയ്ക്ക് ആദ്യം ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ. വെള്ളം പറ്റി കഴിയുമ്പോൾ മസാല സബോള കുറയും. അപ്പൊ നമ്മൾ ഇത്രേ ഉപ്പേ ഇടുന്നുള്ളൂ. ആവശ്യത്തിന് ലേശം ഉപ്പ് ഇടുക, പിന്നെ വേണമെങ്കിൽ. അപ്പൊ നമ്മൾ ചുരണ്ടി വെച്ചാൽ തേങ്ങായും കൂടെ നമ്മൾ ഇതിലോട്ട് ഇടുക.
തേങ്ങ ഒന്നും ഒത്തിരി വേണ്ട അല്ലേ? വേണ്ട. ഇപ്പൊ അമ്മ ആ പാത്രം ഒന്ന് കാണിച്ചമ്മ തേങ്ങയുടെ. കണ്ടോ, നമ്മൾ അത്രയും തേങ്ങ ഒരു കുഞ്ഞു മുറി തേങ്ങ ചേർന്നെങ്കിൽ ഇത്ര ഇട്ടിട്ടുള്ളൂ, ബാക്കി ഇത് എടുത്ത് വെച്ചേക്കുവാട്ടോ. തേങ്ങ ഒത്തിരി ആയി പോകാണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ തീ കുറച്ച് വെച്ചേക്കുവാറുണ്ട്. ഇനിയിപ്പോ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മളങ്ങോട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ചീനിച്ചട്ടിക്കകത്താണെങ്കിൽ നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ടൊന്ന് മൂടി വെക്കൂല്ലമ്മേ. അപ്പൊ അമ്മ അതുപോലെ ഇതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആവി കയറാനായിട്ടൊന്ന് അടച്ചു വെച്ചു കേട്ടോ. അപ്പൊ നമ്മൾ തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുമ്പോഴേ ആവി വന്നു. നമ്മൾ തീ കുറച്ചിടണം. തീ കൂട്ടിയിട്ടിട്ട് നമ്മൾ തട്ടിപ്പൊത്തി വെക്കരുത്, അടി കരിഞ്ഞു പോകും. ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് അല്ലേ. അപ്പൊ നമ്മൾ അടപ്പ് മാറ്റി ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ചിക്കി തോർത്തണം. ചിക്കി തോർത്തി എടുക്കാൻ പോവാണ്. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തല്ലേ. ഇതിന് ശരിക്കും എക്സാക്ട് ഉണ്ടല്ലോ നമ്മുടെ കൂണ് അല്ലേ, നാടൻ കൂണ് നമ്മൾ തോരനൊക്കെ വെക്കത്തില്ല, അതിന്റെ ഒരു ഫ്ലേവർ ആണ് കേട്ടോ. ശരിക്കും നമ്മുടെ സബോളയുടെ ടേസ്റ്റ് അങ്ങ് മാറി വേറൊരു ടേസ്റ്റ് ആവും അല്ലേ. ശരിക്കും കൂണിന്റെ ടേസ്റ്റ് ആണ്. ആ ഒരു മസാലയും മല്ലിപ്പൊടിയും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ കൂൺ മെഴുക്കുവരട്ടി വെച്ചും തോരൻ വെച്ച കഴിക്കുന്ന അതേ സെയിം ടൈപ്പ് അല്ലേ. ഉപ്പൊന്നുണ്ടോ നോക്കട്ടെ. ഈ സമയത്ത് ഉപ്പ് നമ്മൾ കുറച്ചേ ചേർത്തുള്ളൂ, അപ്പൊ നമ്മൾ ഉപ്പ് നോക്കാം. ഉണ്ടല്ലോ. അപ്പൊ ഇനി ഉപ്പൊന്നും വേണ്ട. അപ്പൊ ഇനി എത്ര സമയം ഇങ്ങനെ ചെയ്യണം ഇത്? ഇങ്ങനെ ഒന്ന് തോരുന്ന വരെ നമ്മള് 2 മിനിറ്റ് ഒക്കെ. ഇതിങ്ങനെ അങ്ങ് ഡ്രൈ ആയി പോകുന്നും വേണ്ട അല്ലെ. ഒത്തിരി ഇങ്ങനെ വഴറ്റി സബോള വഴറ്റണ പോലെ ആയി പോകരുത്. പയ്യെ ഒന്ന് വാടി അല്ലെ, ഒരു വാടി പയ്യെ ഒന്ന് തോർന്ന് വരുന്ന സമയം വരെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിന്. ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോ എടുത്തപ്പോ കുറച്ച് സമയം കാര്യം പറഞ്ഞാൽ എടുക്കും അല്ലെ. 2 വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കടുങ്കാപ്പി കഴിഞ്ഞിട്ട് ചായ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഓടി വന്നൊരു സബോള അരിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ പെട്ടെന്ന് റെഡിയാവും. പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഇത് മാത്രം ചോറുണ്ണാന്. അപ്പൊ ഇതിന്റെ കൂടെ വേറെ കറി ഒന്നും കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ മാത്രം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഈസി കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. ഈസി കൂട്ട അല്ലേ. അപ്പൊ ഈ നന്നായിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ചിക്കി തോർത്തിട്ടിരിക്കാവേ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ സബോളയുടെ ഇത് സബോള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു തോരൻ ടൈപ്പ് ആണ് കേട്ടോ ഇത്. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് തോരൻ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ തോരൻ മസാല ഒന്നും ചേർക്കത്തില്ല. പിന്നെ മസാല മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി കണ്ടോ, ഒത്തിരി അങ്ങ് നമ്മൾ സബോള വഴറ്റണ പോലെ വഴറ്റി പോയിട്ടില്ല. പയ്യെ ഒന്ന് തോർത്തി ആ ഒരു ഒന്ന് വാടി അല്ലേ, ഒരു പച്ചപ്പൊക്കെ മാറി ഒന്ന് വാടുന്ന ഈ ഒരു പരുവം വരെയാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് തീ കെടുത്താൽ മതി. അപ്പൊ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു. നല്ല അടിപൊളി തോരനാണ്. ഈ പറഞ്ഞ മാത്രക്കടിയെ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഇങ്ങനെ. ഇനി നമുക്ക് വേണമെങ്കിൽ സർവിങ് ഡിഷിലേക്ക് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ സെറ്റായി അല്ലേ. സെറ്റായി. ഞങ്ങളുടെ ഇന്നത്തെ അത്താഴത്തിന്റെ കൂട്ടാനും കൂടെ ആയത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കൂട്ടാൻ ഈ സവോള കൊണ്ടുണ്ടാക്കുന്ന തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ലാസ്റ്റ് വരുമ്പോഴത് ഇത്രേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഒത്തിരി സമയം ഇട്ട് വഴറ്റി സബോള വഴറ്റാൻ ഒത്തിരി സമയം വേണം. അതുപോലെ വഴറ്റി ഒന്നും വേണ്ട ഇത് അല്ലെ. വെള്ളം ഒന്നും ചേർക്കരുത്. തോരൻ റെഡിയായി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യ്, കമന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം ഒക്കെ പറയാണ്. പിന്നെ ഞാനൊരു കാര്യം നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ കാണിക്കണം എന്ന് വിചാരിച്ച നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് അല്ലേ. നമുക്ക് മലക്കറി ഒന്നും വാങ്ങിക്കാതിരിക്കുകയോ അല്ലെ കറി വെക്കാൻ ഒന്നുമില്ല സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഞങ്ങൾ ഇന്നിപ്പോ വൈകിട്ടത്തേക്ക് കറി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ 2 സബോള എടുത്ത് ഇതുപോലെ പെട്ടെന്നൊരു കൂട്ടാൻ നമ്മളെ പോലെ. ഇന്ന് ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ കറിയൊന്നും ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ഇത്. അപ്പോഴാണ് നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.